ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു ചരിത്ര വിസ്മയമാണ് നേപ്പിയർ മ്യൂസിയം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ദീർഘവീക്ഷണം കൊണ്ട് പിറവിയെടുത്ത ഈ സ്ഥാപനം ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മുഖമുദ്രയാണ്. ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1855 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഒരു മ്യൂസിയം എന്ന ആശയം വരുന്നത്. പിന്നീട് ആയില്യം തിരുനാൾ മഹാരാജാവ് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ മന്ദിരത്തിന് തറക്കല്ലിട്ടു. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന് നേപ്പിയർ മ്യൂസിയം എന്ന് പേരിട്ടത്. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വാസ്തുവിദ്യയാണ്. മദ്രാസ് സർക്കാരിൻ്റെ കൺസൾട്ടിംഗ് ആർക്കിടെക്റ്റായിരുന്ന റോബർട്ട് ചീസോമാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കേരളീയ തച്ചുശാസ്ത്രവും ഇസ്ലാമിക്, ഗോത്തിക്, ചൈനീസ് വാസ്തുവിദ്യാ ശൈലികളും കോർത്തിണക്കിയ ഇൻഡോ സാരാസൈനിക് ശൈലിയാണ് ഇതിലുള്ളത്. എയർ കണ്ടീഷണറുകൾ ഇല്ലാതിരുന്ന കാലത്ത് സ്വാഭാവികമായി കെട്ടിടത്തിനുള്ളിൽ തണുപ്പ് നിലനിർത്താൻ ഡബിൾ വാൾ സാങ്കേതിക വിദ്യയും വെന്റിലേഷൻ സംവിധാനവും ഉപയോഗിച്ചിരുന്നു. തേക്കുമരത്തിൽ തീർത്ത മേൽക്കൂരയും നാച്ചുറൽ ഡൈ ഉപയോഗിച്ചുള്ള വർണ്ണചിത്രങ്ങളും ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. മ്യൂസിയത്തിനുള്ളിൽ സന്ദർശകരെ ആകർഷിക്കുന്ന നിരവധി ശേഖരങ്ങളുണ്ട്. വേലുത്തമ്പി ദളവയുടെ വാൾ, 8-ാം നൂറ്റാണ്ട് മുതലുള്ള വെങ്കല പ്രതിമകൾ, കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ, ആനക്കൊമ്പിൽ കൊത്തിയവ, പുരാതന നാണയങ്ങൾ, പരമ്പരാഗത ആഭരണങ്ങൾ, തടിയിൽ തീർത്ത രാമായണ ഭാഗങ്ങൾ എന്നിവയും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വിശേഷപ്പെട്ട വസ്തുക്കളും ഇവിടെ കാണാം. ശരിക്കും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എന്തേ ഞാനിവിടെ വരാൻ ഇത്ര വൈകിയതെന്ന്. തിരുവനന്തപുരത്ത് ഉള്ളവരും തിരുവനന്തപുരം ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരും ഉറപ്പായും ഇവിടെ വന്നിരിക്കണം എന്നുണ്ട്. കാരണം ഉള്ളിലെ കൊത്തുപണികൾ തന്നെ കാണുമ്പോൾ ഒരു ടെക്നോളജിയും ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് മുൻപ് ഉണ്ടായിരിക്കുന്ന ആൾക്കാർ ചെയ്തു വച്ചു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. മ്യൂസിയം കോമ്പൗണ്ടിലുള്ള ട്രിവാൻഡ്രം സൂവും ശ്രീചിത്ര ആർട്ട് ഗാലറിയും നല്ലൊരു പശ്ചാത്തലം ഒരുക്കുന്നു. തിരുവനന്തപുരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരു പ്രദേശമാണ് ഇവിടം. പത്മനാഭസ്വാമി ക്ഷേത്രം, കോവളം ബീച്ച്, നേപ്പിയർ മ്യൂസിയം, കനകക്കുന്ന് കൊട്ടാരം, ശാസ്താംപാറ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ശാന്തമായ അന്തരീക്ഷമുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്, വർക്കല ബീച്ച്, വേളി, ശംഖുമുഖം, അഗസ്ത്യാകുടം, പൊന്മുടി എന്നിവിടങ്ങളും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. കൂടാതെ കുതിരമാളിക കൊട്ടാരം കേരളീയ വസ്തുവിദ്യയ്ക്ക് മികച്ച ഉദാഹരണമാണ്. ലിസ്റ്റ് പറഞ്ഞാൽ ഇവിടെ തീരത്തില്ല, അത്രയ്ക്ക് ഒരുപാടുണ്ട്. ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീണ്ടും കാണാം. ടാറ്റാ. ഹാവ് എ പോളി ഡേ.